UK ആർക്കൊക്കെ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ഇത് പോസ്റ്റ് ചെയ്താൽ എന്നെ എല്ലാവരും കൂടെ പഞ്ഞിക്കിടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴും അറിയാത്ത ആളുകളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു അഡ്രസ് പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് UK ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ടു വോട്ട് എന്നുള്ള ലിങ്കിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ വീട് മാറുന്ന സമയത്ത് നമ്മുടെ അഡ്രസ്സ് പുതുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതൊരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടെന്ന് പറയുന്നത്, നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്കൽ കൗൺസിൽ ഇലക്ഷനുകളിലോ ഒന്നും നമുക്ക് വോട്ട് രേഖപ്പെടുത്താണ്ട് സാധിക്കില്ല. അങ്ങനെ വോട്ട് രേഖപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുകളാകട്ടെ, ഫിനാൻഷ്യൽ കമ്പനികളാകട്ടെ, മൊബൈൽ ഫോൺ കമ്പനികളാകട്ടെ, അവരൊക്കെ അതൊരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ് അവർക്ക്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ ലോണുകൾ വേണം, ഹൗസിംഗ് റെൻ്റിൽ, ഇതിനെയൊക്കെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനായിട്ടും ലോണിനും എല്ലാത്തിനും ഒരു കൂടുതലൊരു മുൻതൂക്കം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വോട്ടിങ്ങിൻ്റെ സമയത്ത് സ്ഥലത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോക്സി വോട്ടിംഗ് സിസ്റ്റവും അവൈലബിൾ ആണ്. അതായത് എനിക്ക് പകരം ഞാൻ മറ്റൊരാളിനെ ഏർപ്പെടുത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രോക്സി വോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക.